മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ റിവേഴ്സ് ഫുഡ് ആയിട്ടുള്ള നേച്ചർ ഹെൽത്ത് മിക്സ് എത്ര നാൾ കഴിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ലഘുവായ ഉത്തരമാണ് പച്ച മലയാളത്തിൽ പറയാൻ പോണത്. അല്പം സയൻസ് ആവുകൊണ്ട് സ്വല്പം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ നിങ്ങളിത് കൃത്യമായി കേൾക്കണം, മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ടൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കാനുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ശരീരം സെല്ലുകൾ കൊണ്ട്, കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സാധാരണ ഒരാളുടെ ശരീരത്തിൽ ഏതാണ്ട് 50 ട്രില്യൺ സെല്ലുകൾ ഉണ്ടാവുന്നതാണ് പറയപ്പെടുന്നത്. ഈ സെല്ലുകളുടെ തുടക്കം നമ്മളിലെ മാതാവിൽ നിന്ന് പിതാവിൽ നിന്നുമാണ്. മാതാവിൽ നിന്ന് കിട്ടിയ അണ്ടവും പിതാവിൽ നിന്നിട്ട് ബീജവുമാണ് നമ്മളുടെ ശരീരത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ 2 കോശങ്ങളിൽ നിന്ന് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിങ്ങനെ വിഭജിച്ചാണ് നമ്മളുടെ ഡിവിഷന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ശരീരമായി മാറിയിട്ടുള്ളത്. ശരീരത്തിൽ പലതരത്തിലുള്ള സെല്ലുകളുണ്ട്. ഇപ്പോൾ സ്കിന്നിന്റെ സെല്ല്, നഖത്തിന്റെ സെല്ല്, പല്ലിന്റെ സെല്ല്, തലമുടിയുടെ സെല്ല്, ഇങ്ങനെ ഓരോ ഭാഗത്തും ഓരോ സെല്ലാണ് ഉള്ളത്. ഈ സെല്ലുകളൊക്കെ അനുനിമിഷം ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സെല്ലുകൾക്കും ഒരേ ആയുസല്ല. ചില സെല്ലുകൾക്ക് ആയുസ് കൂടുതലും ചിലതിന് കുറവുമാണ്. ഉദാഹരണമായിട്ട് നമ്മളുടെ സ്റ്റൊമക്കിലെ സെല്ലുകളുടെ ആയുസ് 10 ദിവസമാണ്. അന്നനാളത്തിലും അതുപോലെ നമ്മളുടെ സൈനസിന്റെ ഭാഗത്തൊക്കെ ഉള്ള സെല്ലുകളുടെ ആയുസ് 10 ദിവസമാണ്. സ്കിന്നിലെ സെല്ലുകളുടെ ആയുസ് 3 ആഴ്ചയാണ്. ലിവറിലെ സെല്ലുകളുടെ ആയുസ് 200 ദിവസമാണ്. അസ്ഥികളിലുള്ള സെല്ലുകളുടെ ആയുസ് 750 ദിവസം തൊട്ട് 1000 ദിവസം വരെയാണ്. ചുമന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. വെളുത്ത രക്താണുക്കളുടെ ആയുസ് 2 ദിവസമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് സ്പാനാണ് സെല്ലുകൾക്കുള്ളത്. ഇനി ഒരിക്കലും മാറി വരാത്ത സെല്ലുകളുണ്ട്. ന്യൂറോൺസിലെ സെല്ലുകള്, റെറ്റിനയിലെ സെല്ല്, നമ്മളുടെ കിഡ്നിയിലെ ചില സെല്ലുകൾ, ഇതൊന്നും മാറി വരുന്നില്ല. അവ സ്ഥിരമായിട്ട് ജനിക്കുമ്പോഴുള്ള സെല്ല് മരിക്കുന്നവരെ ഏതാണ്ട് അതുപോലെ തുടർന്നു പോവുകയാണ്. പ്രമേഹം പ്രധാനമായിട്ടും ബാധിക്കുന്നത് ചുമന്ന രക്താണുക്കളെയാണ്. ചുമന്ന രക്താണുക്കളാണ് ഷുഗറിന്റെ ക്യാരിയറായിട്ട് ഷുഗറിനെ പല ശരീരത്തിന്റെ പല ഭാഗത്തെയും വഹിച്ചു കൊണ്ടാൻ ഹെൽപ്പ് ചെയ്യണത്. ബ്ലഡിൽ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഈ ചുമന്ന രക്താണുക്കളിൽ ഈ RBSയിലും കൂടുതൽ ഗ്ലൂക്കോസ് കയറി പറ്റിപ്പിടിക്കും. അതിനെയാണ് നമ്മൾ HbA1c എന്ന് പറഞ്ഞത്. HbA1c 8 അല്ലെങ്കിൽ HbA1c 7 എന്ന് പറഞ്ഞാൽ 7% അതിനകത്ത് ഈ ഗ്ലൂക്കോസ് കയറി പറ്റിപ്പിടിച്ചു എന്ന് അർത്ഥം. ഗ്ലൈക്കോസിഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. അങ്ങനെ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ചുമന്ന രക്താണുക്കളുടെ ഹീമോഗ്ലോബിന്റെ ശേഷി കുറഞ്ഞു പോകും. അതിന്റെ ഓക്സിജൻ കാരിയർ ഓക്സിജൻ വഹിച്ചുകൊണ്ടുപോകാനുള്ള ശേഷി കുറഞ്ഞു പോകും. ഓക്സിജൻ വിട്ടുകൊടുക്കാനുള്ള ശേഷി കുറഞ്ഞു പോകും. അതുപോലെ അതിന്റെ കട്ടി കൂടും, ഇലാസ്റ്റിസിറ്റി കുറയും, അതിന്റെ ലൈഫ് കുറഞ്ഞു പോകും. മൊത്തത്തിൽ പറഞ്ഞാൽ രക്തത്തിന്റെ ഗുണത്തിന് വലിയ കുറവുണ്ടാവും. ഇതാണ് ഒരു പരിധിവരെ പ്രമേഹമുള്ളവരുടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം. പ്രധാനമായിട്ട് ന്യൂറോപ്പതി, നെഫ്രോപ്പതി, കാർഡിയാക് പ്രോബ്ലം, കിഡ്നി പ്രോബ്ലം, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഈ പല രോഗങ്ങളെയും ബാധിക്കുന്നത് ഈ ബ്ലഡിനെ ബാധിച്ചിട്ടുള്ള രോഗാതുരതയാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ബ്ലഡിൽ ഉയർന്ന തോതിൽ ഷുഗർ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽസിന് എണ്ണം കൂടും. അത് നമ്മളുടെ മെറ്റബോളിസത്തെ തകരാറിലാക്കും. അങ്ങനെ ടോട്ടൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ മുഴുവൻ ക്ഷയിപ്പിക്കാൻ കാരണമായി തീരുന്നത് ഈ ബ്ലഡിനെ ബാധിച്ചുള്ള പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം. സാധാരണ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ ബ്ലഡിൽ ഉയർന്ന തോതിൽ ഇൻസുലിൻ, ഹൈപ്പർ ഇൻസുലിമിയ, ഉയർന്ന ഒരു ഗ്ലൂക്കോസ്, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉയർന്ന തോതിൽ ഗ്ലൂക്കോസും ഉയർന്ന തോതിൽ ഇൻസുലിനുമുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള ബ്ലഡിന് എന്തുണ്ടാവും? നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യക്ഷയം ഉണ്ടാവും. അതിന് ഓക്സിജൻ ക്യാരിയർ കപ്പാസിറ്റി കുറവായിരിക്കും, അതിന് കട്ടി കൂടുതലായിരിക്കും, അതിന് ഓക്സിജൻ വിട്ടുകൊടുക്കാനുള്ള ശേഷി കുറവായിരിക്കും, അതിൽ ഫ്രീ റാഡിക്കൽസ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ആരോഗ്യം കുറഞ്ഞ ബ്ലഡ് മാറി പുതിയ ബ്ലഡ് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുകയുള്ളൂ. ഇതിനാണ് 120 ദിവസം വേണമെന്ന് പറയാൻ കാരണം. നമ്മൾ നടത്തുന്നത് ഒരു സെൽ ആക്ടിവേഷൻ പ്രക്രിയയാണ്. നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ ബ്ലഡും ഉണ്ടായിട്ടുള്ളത്. നല്ല ആഹാരം കഴിച്ചാൽ നല്ല ബ്ലഡ് ഉണ്ടാവും, ചീത്ത ആഹാരം കഴിച്ചാൽ ചീത്ത ബ്ലഡ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ചെയ്യണം, നിങ്ങൾക്ക് നല്ല ആഹാരം തരുവാണ്. അതായത്
പ്രമേഹമുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഐഡിയൽ ഫുഡ്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവാണ്, ലോ കാർബാണ്, റിച്ച് പ്രോട്ടീനാണ്, റിച്ച് ഫൈബറാണ്, ഗ്ലൂട്ടോൺ ഫ്രീ ആണ്, സ്ലോ ഡൈജഷൻ ആണ്. അതുപോലെ സാമാന്യം എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരു സമീകൃത ആഹാരമാണ്, ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ഇതുപോലുള്ള ആഹാരം കഴിച്ച് തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അറിയണമെങ്കിൽ 120 ദിവസം വേണം. 120 ദിവസം ആകുമ്പോഴേക്കും നിലവിലുള്ള ബ്ലഡ് മുഴുവൻ മാറി പുതിയ ബ്ലഡ് വരും. പുതിയ ബ്ലഡ് ഉണ്ടായിട്ടുള്ള നിങ്ങൾ ശരിയായിട്ടുള്ള ആഹാരം കഴിച്ചതിന് ശേഷമാണ്. അതുപോലെ കുറച്ച് വ്യായാമവും കുറച്ച് പ്രാണായാമവും ഒക്കെ ചെയ്യണമെന്ന് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശരിയായിട്ടുള്ള ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസിലൂടെയും ശരിയായ ബ്രീത്തിങ്ങിലൂടെയും നമ്മുടെ ശരീരം ശക്തമായതിനു ശേഷം ഉണ്ടായിട്ടുള്ള ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വർധനമുണ്ടാവും. ഇന്ന് നിലവിലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും കുറഞ്ഞു വരാൻ തുടങ്ങും. ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. അപ്പൊ അത്തരം ബ്ലഡ് നിറയണമെങ്കിലാണ് 120 ദിവസം വേണമെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് നേച്ചർ ഹെൽത്ത് മിക്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 120 ദിവസം കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ടും അതിന് ഫലം നമുക്ക് സിദ്ധിക്കുകയുള്ളൂ. ഷുഗർ കുറയാൻ 120 ദിവസം വേണം എന്നല്ല പറഞ്ഞത്, ശരിയായ ഒരു മാറ്റം വന്നെങ്കിൽ 120 ദിവസം വേണം. അതായത് 4 മാസം കഴിയുമ്പോഴേക്കുമാണ് ഷുഗറും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും ഫലപ്രദമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇതൊരു മരുന്നല്ല എന്നുള്ളത്, ഇത് ആഹാരമാണ്. ഫുഡ് ഷുഡ് ബി യുവർ മെഡിസിൻ എന്ന് പറയും, മെഡിസിൻ ഷുഡ് ബി യുവർ ഫുഡ് എന്നും പറയും. ആഹാരം ഔഷധമായിട്ടും ഔഷധം ആഹാരമായിട്ടും തീരണമെന്ന് പറയണം. ഹിപ്പോക്രാറ്റസ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഔഷധ ഗുണമുള്ള ഒരു ആഹാരമാണെന്ന് നമ്മൾ തരണത്. ഇങ്ങനെ ശരിയായിട്ടുള്ള ആഹാരത്തിലൂടെ വേണം നമുക്ക് ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ. ഈ പ്രയോജനം ഒരു മരുന്ന് കൊണ്ടും സിദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കണം. ആഹാരത്തിലൂടെ മാത്രമേ നമ്മളെ ബ്ലഡിന്റെ ശുദ്ധി സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. ആഹാരത്തിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. ആഹാരത്തിലൂടെ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി ആർജിക്കാൻ സാധിക്കുകയുള്ളൂ. മരുന്നുകൾ കൊണ്ടൊന്നും ഇത് സാധ്യമല്ല. മരുന്നുകൾ കൊണ്ട് ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് കിട്ടാൻ സാധിക്കും. അതൊരു റെമഡിയാണെന്ന് പറയാൻ നിവൃത്തിയില്ല. തൽക്കാലം ഒരു പരിഹാരം എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. അതിന് വേണ്ടത് ശരിയായ ഡയറ്റിലേക്ക് വരിക. ആ ഡയറ്റിന് ഏറ്റവും പര്യാപ്തമായിട്ടുള്ള ഏറ്റവും യോജിച്ചിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക് പറ്റിയ ഐഡിയൽ ഫുഡാണ് ഷുഗർ റിവേഴ്സ് ഫുഡായിട്ടുള്ള നേച്ചർ ഹെൽത്ത് മിക്സ് എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ക്ഷമയോടുകൂടി 120 ദിവസം ഈ ഫുഡ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ നിർത്തരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു നല്ല ഫുഡാണ്, വളരെ വലിയ വിലയൊന്നുമില്ല, നമ്മുടെ ശരീരത്തിന് യോജിച്ചതാണ്, അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡാണ്. എന്തുകൊണ്ട് പിന്നെ ഇത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോയിക്കൂടാ? അതുകൊണ്ട് ആവുന്നത്ര കാലം നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകണം. ഈ സാധനത്ത് പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പാകപ്പെടുത്തേണ്ട വിധമെല്ലാം പ്രിന്റ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആണ് നിങ്ങളുടെ ഷുഗറും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. 100 കണക്കിന് ആളുകൾ ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുള്ള ഫുഡാണ്. അതുകൊണ്ട് ക്ഷമയോടെ ഈ ഫുഡ് ഒരു 4 മാസം കഴിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.